ഹലോ, ഒരു ഈസി വെണ്ടക്ക കറീൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ. ഞാൻ ഈ വെണ്ടക്ക എടുക്കുമ്പോൾ എനിക്കൊരു പ്ലാനിങ് ഉണ്ടായിട്ടില്ല, എങ്ങനെയാണ് എന്നാ വെക്കേണ്ടതെന്നൊന്നും. ഓക്കെ, അപ്പോൾ ഞാനെങ്ങനെ വെച്ചതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഇതുപോലെ വെച്ചതാണ്. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചു, കടുക് പൊട്ടിച്ചു. അതിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക് ഇട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ടു. അതിലോട്ടേക്ക് വെണ്ടക്ക സാധാരണ വട്ടത്തിലരിയില്ല നമ്മൾ തോരനെല്ലാം വെക്കാൻ, അതുപോലെ വെണ്ടക്ക മുറിച്ചത് അതിലോട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചിട്ട് കുറേ സമയം വെച്ചു. അപ്പോൾ അത് ആവിയിൽ തന്നെ കുറേ ഒരു പരുത്തി വരെ വെന്ത് കിട്ടി. അതിന് ശേഷം അതിലേക്ക് തേങ്ങ, ജീരകം, പുളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു. കറിവേപ്പിലയുടെ വെളുത്തുള്ളി ചതച്ചിടുക. കറി റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് വെക്കുമ്പോഴത്തേക്ക് അപ്പോൾ ആർക്കെങ്കിലും ഉണ്ടാക്കിയപ്പോഴേക്കും ഉണ്ടാക്കി നോക്കാം. ഇതിനെന്താ പേരുണ്ടോ, ഇത് എല്ലാവരും ഉണ്ടാക്കുന്നതാണെന്നോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനിന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് പറഞ്ഞാൽ ഞാൻ ഈസി റെസിപ്പി. ഒരു ചാറ് കറി വേണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഈസി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, ഇതാണ് വെണ്ടക്കക്കറി. കുത്തരി ചോറിൻ്റെ കൂടെ ആയിരിക്കും ഏറ്റവും നല്ല സൂപ്പർ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതിൻ്റെ കൂടത്തെ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ വെളുത്തുള്ളി ചമ്മന്തി, വെളുത്തുള്ളി, പച്ചമുളക്, പുളി, ഉപ്പ്. അപ്പോൾ അതാണ് വെളുത്തുള്ളി പച്ചമുളകിൻ്റെ സംഭവങ്ങൾ. അപ്പോൾ വെളുത്തുള്ളി ചമ്മന്തി എന്നിട്ട് കുറച്ച് വെളുത്തുള്ളീൻ്റെ അച്ചാറും. ഇത്ര മാത്രമാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് സിമ്പിളായിട്ട് ഭക്ഷണം കഴിക്കണം. നല്ല വൈബ് തന്നെയാണ്. നമ്മൾ ബിരിയാണിയും സദ്യയും എല്ലാം കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ സിമ്പിളായിട്ട് ഇടയ്ക്ക് കഴിക്കുന്നതും ഒരു വൈബ് തന്നെയാണ്. ഓക്കെ.